ഹലോ ഗൈസ്, ഞാൻ മഞ്ജു. ഞാനിന്ന് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. കാരണം മോന് ഭയങ്കര പനിയാണ്. മൂത്ത ആൾക്ക് ഭയങ്കര പനിയും ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. പക്ഷേ പനി വിട്ടു, ഭയങ്കര ചുമയാണ്. അപ്പോൾ ഞാൻ നിങ്ങോട്ട് പറയാൻ വന്നത്, നമുക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാകും. അപ്പോൾ അവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുക. കാണാൻ താല്പര്യത്തിൽ കാണണ്ട. ഓക്കെ, എന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതന്നെ. അപ്പോൾ അവരിലൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ജീവിതം വളരെ കുറച്ച് കാലം ഭൂമിയിലുള്ളത്, നമുക്ക് വളരെ കുറച്ച് കാലം. ആ കാലത്ത് പരസ്പര സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കണം എല്ലാവരും. കാരണം നമ്മൾ നാളെ എന്തെങ്കിലും വന്നിട്ട് അയ്യോ നമുക്ക് ക്ഷമിക്കാമായിരുന്നു, സന്തോഷിച്ച് ജീവിക്കാമായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കിട്ടുന്ന ജീവിതം പരസ്പരം ക്ഷമിക്കാൻ കഴിയണം. നമ്മൾ മനുഷ്യന്മാർക്ക് ഇപ്പോൾ തെറ്റ് ചെയ്യാത്തവരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഭൂമിയിലില്ല. നീതിമാന്മാരുടെ ആരും ഭൂമിയിലില്ല. അപ്പോൾ നമുക്കത് ക്ഷമിക്കാനുള്ള കഴിവ് വേണം. ഒരാൾ നമ്മൾ തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ കാരണം വേദനിച്ചാൽ, നമ്മൾ അവരുടെ മാപ്പ് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ക്ഷമ കാണിച്ചാൽ അവിടെ നമ്മൾ ശരിക്കും വിജയിക്കുകയോ അവിടെ നമ്മൾ താഴുകയല്ല ചെയ്യുക. അപ്പം ഞാൻ പറയുന്നത്, നമ്മളോട് എന്തെങ്കിലും നമുക്ക് അനിഷ്ടം ഉണ്ടായി, നമ്മൾ അവരോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് തെറ്റാതെ മനസ്സിലായി, അവരോട് ക്ഷമിക്കും. ഞാൻ ചെയ്യാറുണ്ട്. കാരണം ഞാനൊരു എന്തെങ്കിലും ചില സമയം നമ്മൾ മനുഷ്യന്മാർ നമുക്ക് എന്തെങ്കിലും വേദനിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് ചിലപ്പം പ്രകടിപ്പിക്കും. പക്ഷേ ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, എൻ്റെ മനസ്സാക്ഷി പറയും, ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ചിട്ട് ഞാൻ മാപ്പ് പറയാറുണ്ട്. അത് ഞാൻ പ്രായമോ ബന്ധമോ, ചിലപ്പോൾ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരായിരിക്കാം, എന്നെക്കാളും പ്രായം കൂടിയവരും ആയിരിക്കാം. പ്രായം കൂടിയവരോട് ഞാൻ അധികം പറയാറില്ല. പ്രായം കുറഞ്ഞവരോട് ഇങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓപ്പണായി പറയുന്ന കാര്യം. പക്ഷേ ഞാനത് അവിടെ വലിപ്പം ചെറുപ്പം ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കും. ചിലപ്പോൾ അവർ നമ്മളെ പുച്ഛിക്കുമായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ അവിടെ വിജയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ക്ലീനാകും. കാരണം നമ്മൾ തെറ്റി അവർ നമ്മളോട് ക്ഷമിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്കൊരു സമാധാനം. അപ്പോൾ ഒരു ഡയലോഗും കേട്ടിട്ടുണ്ട്, അതായത് ജീവിതം പിന്നീട് ആസ്വദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ മരണം. അപ്പോൾ ഉള്ള ലൈഫ് കുറച്ച് കാലമാണെങ്കിൽ പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് ക്ഷമിക്കാനും മറക്കാനും എല്ലാം സാധിച്ചാൽ നമ്മുടെ ജീവിതം എന്തായാലും സക്സസ് ആവും. ഓക്കെ, അപ്പോൾ എല്ലാവരും പരസ്പര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളെല്ലാം പരസ്പരം ക്ഷമിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുവദിക്കട്ടെ. ഓക്കെ, താങ്ക്